കഴിഞ്ഞ ദിവസം നമ്മൾ റൗണ്ടിങ് അല്ലേ പറഞ്ഞേ അല്ലേ? റൗണ്ടിങ് അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു. Today we have to study estimating the sum and difference. സമ്മിന്റെയും ഡിഫറൻസിന്റെയും എസ്റ്റിമേഷൻ അതെങ്ങനെയാ ചെയ്യാം? അതില് പ്രത്യേകിച്ച് തിയറി പറഞ്ഞു തരാനൊന്നുമില്ല. ജസ്റ്റ് എക്സാമ്പിൾ ഒന്ന് നോക്കാം. എക്സാമ്പിൾ 24 ടെക്സ്റ്റ് നോക്കിയാൽ മതി. Estimate the sum 52 plus 76 to the nearest 10. 52ന്റെയും 76ന്റെയും സമ്മിനെ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. That is question. How will you do that? എങ്ങനെ ചെയ്യും? രണ്ടിന്റെ സം കണ്ടിട്ട് നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യോ? എങ്ങനെ ചെയ്യും? That is not correct method. We have to round off the individual numbers in the question first, then find the sum. ആദ്യം നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ റൗണ്ട് ഓഫ് ചെയ്യാം. എന്നിട്ട് ആ റൗണ്ട് ഓഫ് ചെയ്ത് കിട്ടിയ ഫിഗേഴ്സിന്റെ സം കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെയാണ് സമ്മിനെ റൗണ്ട് ഓഫ് സമ്മിന്റെ എസ്റ്റിമേഷൻ കണ്ടുപിടിക്കുന്നത്. വെയിറ്റ് 1 minute. ഓക്കെ, എങ്ങനെയാ നമ്മൾ സമ്മിന്റെ എസ്റ്റിമേഷൻ ചെയ്യുന്നത്? ആദ്യം നമ്മൾ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ എല്ലാം ഏതിലേക്കാണോ റൗണ്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. ഇവിടെ ടു ദി നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാനാ പറഞ്ഞേ. ആ റൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫിഗേഴ്സിന്റെ സം കണ്ടുപിടിക്കാം. Here the question is estimate the sum 52 plus 76 to the nearest 10. 52ന്റെയും 76ന്റെയും സമ്മിനെ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. ആദ്യം നമ്മൾ 52നെയും 76നെയും റൗണ്ട് ഓഫ് ചെയ്യുക. അതിനുശേഷം അതിന്റെ രണ്ടിന്റെയും സം കണ്ടുപിടിക്കാം. ഇപ്പൊ വന്നവർക്ക് വേണ്ടി പേജ് നമ്പർ 19 എക്സാമ്പിൾ 24. ഓക്കെ, അപ്പൊ 52നെ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്താൽ എത്രയാവും? നിയറസ്റ്റ് 10ലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോ വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് നോക്കും. Here it is 2. 2 ആവുന്ന സമയത്ത് സ്മോളർ നമ്പറിലേക്കാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നത്. സോ we have to round off 52 to 50. 52നെ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്താൽ 50. Then 76നെ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്താൽ 76നെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഏതിലേക്കാ ചെയ്യണ്ടേ? വൺസിന്റെ പ്ലേസിൽ 6 ആ വരുന്നത്. സോ റൗണ്ട് ഓഫ് ടു ദി ഗ്രേറ്റർ നമ്പർ, that is 80. അപ്പൊ നമ്മൾ 52നെ 50ലേക്കും 76നെ 80ലേക്കും റൗണ്ട് ഓഫ് ചെയ്തു. അതിനുശേഷം ഈ റൗണ്ട് ഓഫ് ചെയ്ത് കിട്ടിയ ഈ രണ്ട് ഫിഗേഴ്സില് 50 and 80 അതിന്റെ രണ്ടിന്റെയും സം കണ്ടുപിടിക്കാം. that is 130. ഓക്കെ, അപ്പൊ നമ്മള് 52നെ 50ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു, 76നെ 80ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. അതിനുശേഷം 50ന്റെയും 80ന്റെയും സം കണ്ടുപിടിച്ചു. Hence the required estimated sum is equal to 50 plus 80 130. വലിയ വിഷമമൊന്നുമില്ല അല്ലേ ചെയ്യാൻ? തന്നിരിക്കുന്ന നമ്പേഴ്സിനൊക്കെ റൗണ്ട് ഓഫ് ചെയ്യുക, എന്നിട്ട് അതിന്റെ സം കണ്ടുപിടിക്കാം. എളുപ്പമല്ലേ? റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ എന്തായാലും റൗണ്ട് ഫിഗർ അല്ലേ വരൂ. ഒന്നുകിൽ 10ന്റെ മൾട്ടിപ്പിൾ, അല്ലെങ്കിൽ 100ന്റെ മൾട്ടിപ്പിൾ, അല്ലെങ്കിൽ 1000ന്റെ മൾട്ടിപ്പിൾ, അങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ അതിന്റെ സം കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. Then look at the next question, example 25. Estimate the sum 463 plus 183 to the nearest 10. 463ന്റെയും 183യുടെയും സമ്മിനെ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം, എസ്റ്റിമേറ്റ് ചെയ്യാം.
463നെ നിയറസ്റ്റ് 10ലേക്ക് എങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യും? വൺസിന്റെ പ്ലേസിൽ ഏതാ വരുന്നത്? 3 അല്ലേ വരുന്നത്. അപ്പൊ സ്മോളർ നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുക. ദാറ്റ് ഈസ് 2 460. 463നെ റൗണ്ട് ഓഫ് ടു ദി നിയറസ്റ്റ് 10 ചെയ്താൽ 460. Then 183നെ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്താൽ 180 ആണോ 90 ആണോ? 183നെ റൗണ്ട് ഓഫ് ചെയ്താൽ 180. Then find the sum of 460 and 180. That is 640. Okay. അപ്പൊ നമ്മള് സമ്മിനെ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോഴും ഡിഫറൻസിനെ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോഴും ആദ്യം തന്നിരിക്കുന്ന നമ്പേഴ്സിനൊക്കെ റൗണ്ട് ഓഫ് ചെയ്യാം. അതിനുശേഷം ആ റൗണ്ടഡ് ഫിഗറിന്റെ സമ്മും ഡിഫറൻസും കണ്ടുപിടിക്കാം. ഓക്കെ. ഈ ബാക്കിയുള്ള എക്സാമ്പിൾസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? ലാസ്റ്റ് വൺ നോക്കിയ എക്സാമ്പിൾ 28. Example 28. Estimate the difference 47,029 minus 39,385 to the nearest 1000. സാധാരണ രീതിയിൽ നമ്മൾ ഇതിന്റെ ഡിഫറൻസ് കാണണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാ അല്ലെ? ഓരോന്നും മൈനസ് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതിനെ റൗണ്ട് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് ഈസി ആയിരിക്കും. നമുക്ക് ഒരു ഏകദേശ കണക്ക് കിട്ടിയാൽ മതിയെങ്കിൽ അതിനെ നിയറസ്റ്റ് 1000ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ റൗണ്ട് ഓഫ് ചെയ്യണം. റൗണ്ട് ഓഫ് ടു ദി നിയറസ്റ്റ് 100 ആണെങ്കിൽ 100ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. നിയറസ്റ്റ് 1000 ആണെങ്കിൽ 1000ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. നിയറസ്റ്റ് 10 ആണെങ്കിൽ 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. ഹിയർ ഇറ്റ് ഈസ് ടു ദി നിയറസ്റ്റ് 1000. തന്നിരിക്കുന്ന നമ്പേഴ്സിനെ നിയറസ്റ്റ് 1000ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. 47,029നെ ഏതിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണ്ടേ? നിയറസ്റ്റ് 1000ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് പ്ലേസിലുള്ള ഡിജിറ്റ് കൺസിഡർ ചെയ്യാം? 100ന്റെ പ്ലേസിൽ അല്ലെ? ഇവിടെ 100ന്റെ പ്ലേസിൽ ഏതാ ഡിജിറ്റ് വരുന്നത്? 0 വരുമ്പോ നമ്മള് സ്മോളർ നമ്പറിലേക്കാണ് റൗണ്ട് ഓഫ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സ്മോളർ നമ്പർ ഏതാ? 47,000 ആണോ 48,000 ആണോ? 47,000. So we have to round off 47,029 to 47,000. 47,029ന്റെ റൗണ്ട് ഓഫ് ചെയ്താൽ 47,000 കിട്ടി. നെക്സ്റ്റ് 39,385നെ നമ്മൾ നിയറസ്റ്റ് 1000ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 100ന്റെ പ്ലേസിൽ 3 വരുന്നത് കൊണ്ട് സ്മോളർ നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും. സോ it is rounded to 39,000. Then find the difference. 47,000 minus 39,000, it is 8,000. എളുപ്പമായില്ലേ കണ്ടുപിടിക്കാൻ? ഇനി ഇതിന്റെ സാധാരണ രീതിയിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിലോ സാധാരണ ചെയ്യുന്നത് പോലെ 9 5 മൈനസ് ചെയ്യുക, 12 8 മൈനസ് ചെയ്യുക, അങ്ങനെ ഓരോന്ന് ക്യാരി ഓവർ ചെയ്തിട്ട് മൈനസ് ചെയ്യും. അത് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ റൗണ്ട് ഓഫ് ചെയ്ത് ചെയ്യുമ്പോ ഈസി ആയിരിക്കും അല്ലെ? ഇനി എക്സസൈസ് 1E നോക്കിയേ. Exercise 1E. Estimate each sum to the nearest 10. ഒരു 7-8 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയിട്ട് തന്നെ ആൻസർ പറയാൻ പറ്റും. ചെയ്ത് നോക്കാൻ തന്നെ പറയാൻ പറ്റുമോ? നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തിട്ട് സം കണ്ടുപിടിക്കാൻ. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. എഴുതണ്ട, ഒന്ന് ജസ്റ്റ് നോക്കിക്കോ. 37 plus 42. നമ്മൾ എങ്ങനെ പെട്ടെന്ന് സം കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. 37 plus 42 നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും. 37നെ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോ 40 അല്ലേ?
37നെ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്താൽ 40. Then 42നെ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്താൽ 40. കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഇല്ലല്ലോ. അപ്പൊ 40 plus 40 it is 80. മൈൻഡിൽ തന്നെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അതിന്റെ ആൻസർ അവിടെ 80 എന്ന് എഴുതി വെച്ചോ ടെക്സ്റ്റ് തന്നെ. അപ്പൊ തന്നെ എഴുതി വെച്ചോ 80 എന്ന്. നെക്സ്റ്റ് സെക്കൻഡ് വൺ 30 plus 92. 30 plus 92 അതിനെ രണ്ടിനെയും നിയറസ്റ്റ് 10ലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുക. എന്നിട്ട് അതിന്റെ സമ്മ് കണ്ടുപിടിക്കുക. 30നെ റൗണ്ട് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് 10ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. സോ ഇറ്റ് ഈസ് 30 itself. Then 92 is rounded off to 90. 92നെ 90ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. Then the sum is 30 plus 90, 120. മൈൻഡിൽ ആഡ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? എഴുതി ചെയ്യാതെ മനസ്സിൽ കണക്കൂട്ടാൻ പറ്റുമോ? പറ്റുമോ? 6ാം ക്ലാസ്സിൽ എത്തിയില്ലേ? ചെയ്യാൻ പറ്റും? പറ്റില്ലേ? ഓക്കെ. അപ്പോ അങ്ങനെ ഒന്ന് ആ ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ഒന്ന് ആൻസർ കണ്ടുപിടിച്ചേ. എക്സസൈസ് 1E ഫസ്റ്റ് വണ്ണിന്റെ ജസ്റ്റ് റഫ് വർക്ക് മാത്രം ചെയ്തു നോക്കാം നോട്ടില്. എന്നിട്ട് അതിന്റെ ആൻസർ മാത്രം അവിടെ എഴുതി വെക്കാം. ടെക്സ്റ്റ് തന്നെ ആൻസർ എഴുതാം. റഫ് വർക്ക് മാത്രം വേണമെങ്കിൽ റഫ് പേപ്പറിലോ ബുക്കിന്റെ ബാക്കിലോ ഒക്കെ എഴുതി നോക്കി ഒന്ന് ആൻസർ പെട്ടെന്ന് ഒന്ന് കണ്ടുപിടിച്ചേ. എങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയില്ല, ഒന്ന് പറയോ? ക്വസ്റ്റ്യൻ ടൈം കട്ടായി പോയി. എക്സസൈസ് 1E പേജ് നമ്പർ 19 കിട്ടി. അത് ഫുൾ ചെയ്യണോ? അത് ഫുള്ള് നോട്ടിലൊന്നും ചെയ്യണ്ട. അതിന്റെ ആൻസർ മാത്രം ടെക്സ്റ്റിൽ എഴുതി വെച്ചാൽ മതി. ജസ്റ്റ് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം, എന്നിട്ട് എഴുതാം. ഹെവൻ എന്തോ ഡൗട്ട് ഉണ്ടല്ലോ. നേരത്തെ കൈപൊന്നിക്കുന്ന കണ്ടു. ഇല്ല, അത് നേരത്തെ ആൻസർ കിട്ടിയെന്ന് പറഞ്ഞു. ഓ അങ്ങനെയായിരുന്നു. ഓക്കെ. ആദ്രക്ക് എന്താ? അത് നോട്ടിലൊന്ന് ഇതാക്കി നോക്കാൻ പറ്റുമോ? നോട്ടില് ജസ്റ്റ് എഴുതി നോക്കിക്കോ ശരിയാണോന്ന്. ജീവ ചെയ്തു കഴിഞ്ഞോ? ഓക്കെ. അഫ്രാസ് എന്താ? മിസ് ഇപ്പൊ ഫോൺ ക്ലിയർ ഉണ്ടായിരുന്നില്ല, ഒന്ന് തിരിഞ്ഞിട്ട് തന്നരാ. മനസ്സിലായില്ല? ഇല്ല. നമ്മൾ സം എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് സം എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാന്നല്ലേ. അതിനെ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോ ഏതിലേക്കാ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിയറസ്റ്റ് 10ലേക്കാണോ, നിയറസ്റ്റ് 1000ലേക്കാണോ, നിയറസ്റ്റ് 100ലേക്കാണോ എന്ന് നോക്കാം. എന്നിട്ട് ആ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഇല്ലേ, സമ്മ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഇല്ലേ, ആ നമ്പേഴ്സിനെ ആദ്യം റൗണ്ട് ഓഫ് ചെയ്യാം. എന്നിട്ട് ആ റൗണ്ട് ഓഫ് ചെയ്ത് കിട്ടിയ നമ്പറിന്റെ സമ്മ് കാണാം. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സസൈസ് 1E ഫസ്റ്റ് ക്വസ്റ്റ്യൻ 37 plus 42. അതില് 37നെ നിയറസ്റ്റ് 10ലേക്കാണല്ലേ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറഞ്ഞേ. അപ്പൊ 37നെ ആദ്യം നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. എത്ര 37 റൗണ്ട് ഓഫ് ചെയ്താല് 40.
Then 42 ne round off either again we get 40. Then the sum is 40 plus 40 is equal to 80. Okay. Araka finish chedu Justice Jeeva. Then Vasudeva chedo. No. Shanif. No. Nijad okay. Nijad finished. Easy alle cheyan veliya veshmonnillalo. Alle. Ashwin chedo. No. Joanna, what about you? Sri Vishnu finished. ഇനി രണ്ടുപേരും കൂടി ഫിനിഷ് ചെയ്താല് മിസ്സിന്റെ ആൻസർ പറഞ്ഞുതരാം. Okay, Joanna also finished. Ashwin finished. Okay. I'm going to read the answer. Check it with yours. Second question, 30 plus 92 answer is 120. Third one, 73 plus 77. The estimated sum is 150. Okay, then fourth one, 19 plus 86. The estimated sum is 110. Okay, then fifth one, 128 plus 231. The sum is 360. Okay, then sixth one, 333 plus 423. Estimated sum is 750. Then seventh one, 1289 plus 2283. Estimated sum is 3570. Okay, last one, 4477 plus 5402. Estimated sum is 9880. അങ്ങനെ തന്നെയാണോ കിട്ടിയ എല്ലാവർക്കും? Okay, very good. Take next page. Estimate each sum to the nearest 100. അതുകൂടി ചെയ്യുന്നോ ഇപ്പോ? വേണ്ട അല്ലേ? നമുക്ക് ഡിഫറൻസ് നോക്കിയാലോ? Fourth one, estimate the difference to the nearest 10. നമ്മൾ സം കണ്ടുപിടിച്ചപ്പോൾ തന്നെ ഇതിന്റെ ഡിഫറൻസ് എസ്റ്റിമേറ്റ് ചെയ്യാം. എങ്ങനെ ചെയ്യും? തന്നിരിക്കുന്ന നമ്പേഴ്സിനെ നേരത്തെ ചെയ്തതുപോലെ റൗണ്ട് ഓഫ് ചെയ്യാം, എന്നിട്ട് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. 1, 2, 3, 4 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഒന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ? നാലാമത്തെ ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 20. ഫോർത്ത് വൺ. അത് വേണമെങ്കിൽ നോട്ടിൽ എഴുതി ചെയ്തോ, മൈനസ് അല്ലേ? എന്താ ഹെവൻ? പേജ് നമ്പർ 20, fourth question. Estimate the difference to the nearest 10. നോട്ടിൽ എഴുതി കാൽക്കുലേറ്റ് ചെയ്തു. മൈൻഡ് കാൽക്കുലേഷൻ ബുദ്ധിമുട്ടായിരിക്കും. സബ്ട്രാക്ഷന്റെ അഡീഷൻ പോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല.
52 minus 19. Estimated difference is 30. Ano? That is 50 minus 20, 30. Then the second one, 99 minus 37. Estimated difference is 60. That is 100 minus 40, 60. Then third one, 309 minus 147. Then the estimated difference is 160. 310 minus 150, 160. Fourth one, 984 minus 808. Estimated difference is 170. Okay. Joel എന്താ പറയാനുള്ളേ? അപ്പോ estimation of sum ഉം estimation of difference മനസ്സിലായോ? Heaven, what's your doubt? മിസ്റ്റർ ഫസ്റ്റ് ആൻസർ കിട്ടിയില്ല, ഒന്നുകൂടെ പറയാമോ? ഫസ്റ്റത്തെ ആൻസർ 30. ഓക്കെ ഓക്കെ. അപ്പോ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് ചെയ്യുന്നോ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈസി ആയതൊക്കെ മിസ് ക്ലാസ്സിന് ചെയ്ത് തന്നിട്ട് നിയറസ്റ്റ് 100ഉം നിയറസ്റ്റ് 1000ഉം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അല്ലേ? ഇപ്പൊ അങ്ങനെ വിചാരിച്ചില്ലേ? വിചാരിക്കും, എനിക്കറിയാം. നമ്മളും പണ്ട് ഇങ്ങനെ തന്നെ ചെയ്തത്, നിങ്ങളും അങ്ങനെ തന്നെ ചെയ്താൽ മതി. റൗണ്ടിങ് ഓഫ് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് അറിയാം. അതുകൊണ്ട് estimate the sum to the nearest 100ഉം sum to the nearest 1000ഉം പിന്നെ difference to the nearest 100ഉം difference to the nearest 1000ഉം ഈ 4 ക്വസ്റ്റ്യൻസും ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. എന്താ ഹെവൻ? ടോപ്പിക് സെക്കൻഡ് തേർഡും പിന്നെ 5 6 ആ ക്വസ്റ്റ്യൻസ് ചെയ്യണ്ടേ? ആ പേജ് നമ്പർ 20ലെ 2 3 5 6. ഓക്കെ. അപ്പൊ ഇന്ന് തന്നെ ചെയ്യണ്ട, കുറച്ച് അധികം ചെയ്യാനുണ്ടല്ലോ. നാളെ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ചെയ്താൽ മതി. ഓക്കെ. ബട്ട് എല്ലാവരുടെ ആൻസറും എനിക്ക് നാളെ രാത്രി 8 മണിക്ക് മുന്നേ തന്നെ കിട്ടിയിട്ടുണ്ടാവണം. എന്താ ജോയൽ? ഞാൻ കട്ടായി പറഞ്ഞൊന്നും കിട്ടിയില്ല. ഒന്നുമില്ല മോനെ, അതിന്റെ ആൻസർ പറഞ്ഞതേ ഉള്ളൂ. നാലാമത്തതിന്റെ അത് കഴിഞ്ഞിട്ട് ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞു. അതേ പേജിൽ തന്നെയുള്ള രണ്ടാമത്തെയും മൂന്നാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് നാളെ രാത്രി 8 മണിക്ക് മുന്നേ എനിക്ക് അയച്ചു തന്നാൽ മതി. ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ അയച്ചു തന്നാൽ മതി, കുഴപ്പമില്ല. ബട്ട് എല്ലാവരുടെ ആൻസർ എനിക്ക് കിട്ടിയിട്ടുണ്ടാവണം. ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് എല്ലാവരുടെയും ക്ലാസ് അറ്റൻഡ് ചെയ്ത് എല്ലാവരും മസ്റ്റ് ആയിട്ട് അയച്ചിട്ടുണ്ടാവണം. അല്ലാത്തവരുടെ നിങ്ങൾ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ആൻസർ കിട്ടണം. ഇന്ന് ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ട്. ഇന്ന് നിർമ്മല മാത്രമേ ആബ്സെന്റ് ആയിട്ടുള്ളൂ. ഹരിയുടെ പിന്നെ കട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും. അപ്പൊ ഹോംവർക്ക് എല്ലാവരും ചെയ്യാം. പിന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.